വെൽക്കം ടു ഈനാസ് വേൾഡ്. അപ്പോൾ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ചിക്കൻ കറി വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു എമൗണ്ടിലാണ് ഞാനിവിടെ കറി വെക്കുന്നത്. അപ്പോൾ ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു സവാള കറക്റ്റായിട്ട് എടുത്തിട്ടില്ല, വലിയ സവാള അല്ല, ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വഴറ്റുമ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് വീട്ടിലുണ്ടായിട്ടുള്ളതാണ്, കടയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ. അപ്പോൾ എരിവ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് 2 പച്ചമുളക് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി വഴറ്റി വന്നതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നന്നായി വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. ഇതിന്റെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് തക്കാളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് ഇതിലേക്ക് മസാലാസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല ഓട്ടോ എല്ലാം കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ആദ്യം തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് ചൂടായി, അപ്പൊ നമ്മൾ ആദ്യം ചൂടാക്കി എടുത്തത് കൊണ്ട് ഒരുപാട് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പൊ ചിക്കൻ ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ, കാരണം ചിക്കൻ വേവുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഊറി വരും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഞാൻ ഇതിൽ വേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ വേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റോളത് ഏകദേശം 10 മിനിറ്റ് അടുത്തായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. സ്വല്പം കൂടിയേ വേവാനുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ സിമ്മ് ചെറുതാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയി. ഇപ്പോൾ കറണ്ട് പോയിട്ടാണ്, അതുകൊണ്ടാണ് ഇവിടെ ക്ലാരിറ്റി കുറവേ. അപ്പോൾ ഒന്നുകൂടെ അടച്ച് വെച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊരു സാധാരണ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.